നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടൂ വീലറായിട്ടാണ് നമ്മുടെ ഹോണ്ടയുടെ CB350 മൂന്നാമത്തെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വണ്ടിയുണ്ടല്ലോ CB സീരീസ് വരുന്നത് CB72, അതിൻ്റെയൊക്കെ DNA നിലനിർത്തി. പിന്നെ നമ്മുടെ ഹൈനസിലുണ്ടായിരുന്ന കുറച്ച് കസ്റ്റമർ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഇപ്പോൾ എടുത്തപ്പോൾ ഞാനിങ്ങനെ വണ്ടി കയറി ഇരുന്നപ്പോൾ തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് നമ്മുടെ കുഴിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ബാക്കിലോട്ട് വണ്ടി കൊണ്ടുപോകാം. മറ്റേത് ഇച്ചിരി പാടാണ് കേട്ടോ. ഏകദേശം 187 കിലോയാണ് ഇതിൻ്റെ ഒരു കർബ് വെയിറ്റ് വരുന്നത്. എങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈനസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ഹെവി ഫീലുണ്ട് വണ്ടിക്ക്. ഏകദേശം നമുക്കൊരു ലെങ്ത് വരുന്നത് 2227 mm ലെങ്ത് വരുന്നുണ്ട്. വീൽ ബേസും അത്യാവശ്യമുണ്ട്, 1440 വീൽ ബേസും വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈനസുമായിട്ടൊക്കെ വലിയ ഡിഫറൻസ് പറയാനില്ല. ഏകദേശം 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റും വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ നമുക്കൊരു ചെറിയൊരു ഹൈനസിൽ നിന്ന് മാറി ഇതിലോട്ട് ഇരിക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലോട്ടോ തോന്നുന്നുണ്ട്. പക്ഷേ 800 mm മാത്രമാണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഹൈനസിലായിട്ട് ഇരുന്നിട്ട് ചോട്ടിരിക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പിന്നെ ഇരുന്നപ്പോൾ ഉള്ള മറ്റൊരു അടിപൊളി അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ സീറ്റ് തന്നെയാണ്. 2 സീറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും പില്ലിയൻ റൈഡറിനും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെട്രോ ഫീല് വളരെ അടിപൊളിയായിട്ട് ഈ ഒരു സീറ്റ് വഴി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു സീറ്റ് ആണ്. അതുപോലെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കസ്റ്റം പാക്കേജ് ഉണ്ട്, ഒരുപാട് കസ്റ്റം പാക്കേജ് നമ്മൾ ഹോണ്ടയിൽ നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റം പാക്കേജ് എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിലും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ്. നമ്മൾ ഹോണ്ടയിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കേട്ടിട്ടില്ല. അത്യാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എക്സോസ്റ്റ് സൗണ്ടാണ് ഹോണ്ട ഈ വണ്ടി തന്നത്. സാധാരണ ഇച്ചിരി സൈലൻറ്റ് നേച്ചറായിരുന്നു നോർമലി എക്സോസ്റ്റിൽ ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇച്ചിരി അഗ്രസീവായിട്ടൊരു റോറിങ് സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട്. കളർ ഏകദേശം ഒരു 5 കളറിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട കളറാണ് ഒരു മാറ്റ് ഫിനിഷ്. ഇതിൽ ഗ്രീനൊക്കെ ഉണ്ട്. ഗ്രീനൊക്കെ എനിക്ക് കുറച്ചുകൂടെ അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ബ്ലാക്ക് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ക്രോം എലമെൻറ്റ് കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നന്നായെന്ന് തോന്നുന്നു, ക്രോമിൻ്റെ കാര്യമൊക്കെ കുറച്ചുകൂടെ ഒഴിവാക്കിയത്. പിന്നെ ബാക്കി ടയർ ഡയമെൻഷനൊക്കെ ഒന്ന് നോക്കിയാണ് അതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു തിക്കായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊരു കവറോടെ കൊടുത്തിട്ടാണ് ഈ ഒരു തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീൽ ഡയമെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 100/90 ആണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അതുപോലെ ഡിസ്ക് 310 mm വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം അറിയാമല്ലോ ഇതിൻ്റെ ഡിസ്പ്ലേക്കിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നോർമലി ഹോണ്ട അതിനൊക്കെ അടിപൊളി നിലവാരങ്ങളാണ് സാധാരണ പുലർത്തുന്നത്. അതിപ്പോഴും അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റ്സിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് LED ആണ്. നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ആയാലും അതുപോലെ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ് ഫുള്ള് ത്രൂ ഔട്ട് LED ചെയ്തിട്ടുണ്ട്. ഒരു പാറ്റേണൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എടുത്ത് പറയാനുള്ളത്, ഇത് മിററൊക്കെ കൊള്ളാം. അത്യാവശ്യം ഒതുങ്ങിയ മിററാണ്, വലിയൊരു ഓവർ ഫീലൊന്നുമില്ല. പിന്നെ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അത് അറിയാമല്ലോ, നമുക്ക് ക്ലച്ചിൻ്റെ കാര്യമൊക്കെ അറിയാം. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം എഞ്ചിൻ്റെ കാര്യം പറയുന്ന സമയത്ത്. ക്ലച്ച് നമുക്ക് ഈ ഒരു പാറ്റേണൊക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷേ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓഫാവും. ഉണ്ടോ ഇങ്ങനെയുള്ള ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യമാണ്, പുതിയൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ. ഞങ്ങൾ ഇതിനകത്ത് അഡീഷണൽ നേരത്തെ ഉള്ള കാര്യങ്ങളാണ്, അതെല്ലാം വീണ്ടും ഫോളോ ചെയ്ത്. കാരണം അതൊക്കെ വളരെ അടിപൊളി ഫീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് കയറി ഇരുന്ന് കാണിച്ചു തരാം. ഷോർട്ട് ഹാൻഡിൽ ഒരു ഫീലുണ്ട് ഹാൻഡിലേക്ക് വരുമ്പോൾ. പിന്നെ ഈ കാണുന്ന കൺട്രോൾസൊക്കെ പോസ്റ്റ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തെ കൺട്രോൾസൊക്കെ നമുക്ക് പരിചിതമാണ്. നമ്മൾ ഹൈനസിലേക്ക് വരുന്ന ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെ നമ്മുടെ ക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ നമുക്ക് തുടങ്ങാം. ഹോൺ കാണാം. നമുക്ക് ഹൈനസിൽ വരുന്ന പോലെ തന്നെ ഡ്യുവൽ ഹോൺ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കാണുന്ന ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് കേട്ടോ. ഇത്രയൊക്കെയാണ്. പിന്നെ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്ക് ഏകദേശം 15.2 ലിറ്റർ 15.2 ലിറ്റർ കപ്പാസിറ്റി. പക്ഷേ വലിയ ടാങ്കിൻ്റെ ഫീലുണ്ട് കേട്ടോ. പിന്നെ ഗാർഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ ബാഡ്ജിങ് ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം പ്ലസ് ബ്ലാക്ക് രസമുണ്ട് കേട്ടോ. ഈ ഒരു കളറുമായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ അടിപൊളി ഫീല് ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ എൻജിൻ ഒരു മാറ്റ് ഫിനിഷ് അല്ല, ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ക്രോം ഒക്കെ ഈ ഭാഗത്ത് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി വലിയൊരു ഫീല് തോന്നുന്നുണ്ട് എൻജിനിൽ.
348 CC ആണ്, 350 CC എന്ന് തന്നെ പറയാം. ഏകദേശം 20.7 bhpയും 29.4 ടോർക്കും വരുന്നത്. അത് 3000 RPM-ലാണ് നമുക്ക് ആ ഒരു ടോർക്ക് കിട്ടുക. അപ്പം അത്യാവശ്യം പുഷ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു ടോർക്കിഷാണ് കുറച്ചുകൂടെ എന്ന് പറയാം. ഒന്നുകൂടെ നമ്മുടെ ഹൈനസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ട്യൂൺഡാണ്. പിന്നെ നമ്മുടെ ഗിയർ ലിവർ കാണാം, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും എല്ലാം അതിനോടനുബന്ധിച്ച് തന്നെ വരുന്നുണ്ട്. വണ്ടി ഓടിച്ചു നോക്കണം, പക്ഷേ ഇപ്പോൾ സമയമില്ല. നമുക്ക് ഒരു ദിവസം ഓടിച്ചിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓടിക്കുന്ന ഒരു റിവ്യൂ ചെയ്യാം. ഇപ്പോൾ CB350യുടെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം നമ്മൾ ഫ്രണ്ടിൽ സസ്പെൻഷൻ കണ്ടു, ബാക്കിൽ ഹൈനസിൽ വരുന്ന പോലെ തന്നെയാണ് സസ്പെൻഷൻ ബാക്കിൽ. പക്ഷേ ഒരു ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു കവർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ബൾക്കി ഫീൽ അതുകൊണ്ട് തോന്നുന്നുണ്ട്. സാരി ഗാർഡ്സും കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് അത് ഹെൽമെറ്റ് ലോക്കും വരുന്നുണ്ട്, നല്ല കാര്യമാണ് കേട്ടോ. ഇനി ബാക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. നോർമലി ഈ ഒരു ഹാൻഡിലാണ് വരുന്നത്. കസ്റ്റം പാക്കേജ് നമുക്ക് അഡീഷണൽ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്, വേണമെങ്കിൽ നമുക്കത് കസ്റ്റം ചെയ്യാൻ സാധിക്കും. ബാക്കിലെ വീൽ സൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാക്കിലെ വീലിൻ്റെ സൈസ് ഇവിടെ കിടപ്പുണ്ട്. 130/70 ആണ് വീൽ ടയർ സൈസ് വരുന്നത്. ഡിസ്ക് ബ്രേക്കിൻ്റെ വലിപ്പം 240 ആണ്. അതൊക്കെ നമ്മുടെ ഹൈനസിൻ്റെ ആ ഒരു സെയിം മെഷർമെൻറ്റും കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എക്സോസ്റ്റ് സൗണ്ട്, എക്സോസ്റ്റ് ഡിസൈനിലൊക്കെ വന്നിരിക്കുന്ന മാറ്റമാണ്. നല്ല രസമുണ്ട് എക്സോസ്റ്റ് കാണാനായിട്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സപ്പോർട്ടായിട്ട് നമ്മുടെ ഒരു ചെളി അടിച്ച് കയറാതിരിക്കാനുള്ള കുറേ ഗാർഡ്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കുറേ ചേഞ്ച് ഉണ്ട്, കുറച്ചുകൂടെ വലുതാക്കി. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഷേപ്പ് കണ്ടില്ല, കുറച്ചുകൂടെ നീളം തോന്നും. വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു ത്രൂ ഡിസൈന് കുറച്ചുകൂടെ നീളം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ സൈലൻസറിൻ്റെ ഡിസൈനാണ്, കുറച്ചുകൂടെ സ്ലീക്കാണ്, അപ്പോൾ നീളം തോന്നും. ഈ ഒരു ബോക്സിനും അതുപോലെ തന്നെ നീളം തോന്നുന്ന രീതിയിൽ ഈ ഒരു ടാങ്കിൻ്റെ ഏരിയയിലായാലും ആ ഒരു നീളം കൂടുതൽ തോന്നുന്ന രീതിയിലാണ് ത്രൂ ഔട്ട് ഡിസൈൻ വരുന്നത്. എഞ്ചിൻ്റെ ഡിസൈൻ കണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ആ ഒരു പാറ്റേൺ ത്രൂ ഔട്ട് മാക്സിമം ലെങ്ത് കിട്ടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മഡ് ഗാർഡിൻ്റെ കാര്യം കണ്ടല്ലോ, മഡ് ഗാർഡിനും വലിപ്പം കൂട്ടി. അപ്പോൾ ചെളി അടിക്കാതിരിക്കാനുള്ള മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലിട്ട് വരുമ്പോൾ ടെയിലാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു LED തന്നെയാണ്. ഒരു റെട്രോ ഫീൽ ത്രൂ ഔട്ട് ബൈക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2 വേരിയൻ്റാണ്. ഹൈനസിലൊക്കെ കണ്ടതുപോലെ DLXും DLX Proയും. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടാവില്ല, അതൊരു വ്യത്യാസം. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. മൂന്നാമത്തെ വ്യത്യാസമാണ് ഈ ഒരു ക്രോം പ്ലേറ്റിംഗ് ഉണ്ടാവില്ല. പിന്നെ വണ്ടിയുടെ കളർ അനുസരിച്ച് നമ്മൾ ഈ ഒരു വണ്ടി നമുക്ക് ഫുള്ള് മഡ് ഗാർഡെല്ലാം ഈ ഒരു സെയിം കളറായിരുന്നെങ്കിൽ മറ്റേ നോർമൽ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇനിയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിലയിലാണ്. വലിയ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല. 2,82,000 രൂപയും 2,86,000 രൂപ ഓൺ റോഡ് പ്രൈസിംഗ് ആണ്. അപ്പോൾ അടിപൊളിയാണ്. വണ്ടി ഓടിച്ചൊക്കെ നോക്കി നല്ല രസമുണ്ട്. പിന്നെ ഹോണ്ടയുടെ വണ്ടി, ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ്, വൈബ്രേഷൻ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ സ്മൂത്താണ്, കുറച്ചുകൂടെ ലെങ്ത് ഫീൽ ചെയ്ത്, ലെങ്ത്തൊക്കെ കുറച്ചുകൂടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡയമെൻഷൻ വൈസ് ഓവറാൾ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ മൊത്തത്തിലൊരു കുറച്ചുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായി മാറി. നമ്മൾ ഹൈനസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന ലെവലിലേക്ക് CB350 നമുക്ക് അടിപൊളിയായിട്ട് ഉറപ്പായിട്ടും പറയാം. ഇത്രയാണ് വിശേഷങ്ങൾ. നമുക്കൊന്ന് ഓടിച്ചിട്ടൊരു വിശേഷം വീണ്ടും പറയാം.